ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ, ഒരാളുടെ വസ്ത്രത്തിന് 30,000 രൂപ. കണക്കുകൾ കേട്ട് ഞെട്ടിയോ? ഈ ഞെട്ടിൽ തന്നെയാണ് കേരളത്തിലെ ജനങ്ങളും. ഇതെന്തൊരു കണക്കാണെന്നാണ് ആളുകൾ ചോദിക്കുന്നത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ പ്രവർത്തനങ്ങളിൽ സംസ്ഥാന സർക്കാർ ചെലവാക്കിയ കോടികളുടെ കണക്കാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് സംസ്ഥാന സർക്കാർ ദുരന്ത പ്രദേശത്ത് ചെലവിട്ട തുകയുടെ കണക്കുകൾ അറിയിച്ചിട്ടുള്ളത്. SDRF മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ചെലവുകൾ കണക്കാക്കിയതെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വിശദീകരണം. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വന്ന വോളണ്ടിയേഴ്സിന് യൂസർ കിറ്റ് നൽകിയതിനുണ്ടായ ചെലവ് 2,98,00,000. ബെയിലി പാലത്തിന്റെ അടിയിൽ കല്ല് നിരത്തിയതിന് ചെലവ് 1 കോടി രൂപ. 17 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 30 ദിവസത്തേക്ക് ജനറേറ്റർ പ്രവർത്തിപ്പിച്ചതിന്റെ ചെലവ് 7 കോടി രൂപ. ഇന്ത്യൻ എയർഫോഴ്സിന് എയർലിഫ്റ്റിംഗ് നടത്താനെത്തിയ ഹെലികോപ്റ്ററിന്റെ ചാർജ് 17 കോടി രൂപ. ദുരിതബാധിതരെ ഒഴിപ്പിക്കാൻ ഉപയോഗിച്ച വണ്ടികളുടെ ചാർജ് 12 കോടി രൂപ. ഇങ്ങനെ പോകുന്നു കോടികളുടെ കണക്കുകൾ. വോളണ്ടിയർമാരുടെയും ട്രൂപ്പുകളുടെയും ചെലവ് കണക്കാക്കിയിരിക്കുന്നതും കോടികളിലാണ്. ഗതാഗതത്തിന് 4 കോടിയും ഭക്ഷണ വെള്ള വിതരണത്തിന് 10 കോടിയുമാണ് കണക്കാക്കിയിരിക്കുന്നത്. താമസത്തിന് 15 കോടിയും. ക്യാമ്പിൽ കഴിയുന്ന ദുരിതബാധിതരുടെ വസ്ത്രത്തിനായി ചെലവഴിച്ച തുകയാണ് മറ്റൊരു ഞെട്ടിക്കുന്ന കണക്ക്. 11 കോടി രൂപയാണ് വസ്ത്രത്തിനായി ചെലവാക്കിയതെന്നാണ് സർക്കാർ പറയുന്നത്. 4,000-ഓളം പേരാണ് ക്യാമ്പുകളിൽ രജിസ്റ്റർ ചെയ്തിരുന്നത്. അതായത് ഒരാൾക്ക് 30,000 രൂപയോളം ചെലവായെന്നാണ് കണക്കുകളിൽ പറയുന്നത്. ആവശ്യത്തിലധികം വസ്ത്രങ്ങൾ ക്യാമ്പുകളിൽ എത്തിയിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. അപ്പോഴാണ് വസ്ത്രങ്ങൾ വാങ്ങാനായി മാത്രം സർക്കാർ 11 കോടി ചെലവാക്കിയതെന്ന് പറയുന്നത്. ക്യാമ്പുകളിലേക്ക് ഭക്ഷണ ചെലവിനായി 8 കോടി രൂപ ചെലവാക്കിയെന്നാണ് പറയുന്നത്. സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിൽ നിന്നായി സന്നദ്ധ സംഘടനകളും ജനങ്ങളും ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളും എത്തിച്ചിരുന്നു. എന്നിട്ട് എങ്ങനെയാണ് ഈ കോടികൾ ഭക്ഷണത്തിനും വസ്ത്രത്തിനുമായി ചെലവായതെന്നാണ് എല്ലാവരുടെയും സംശയം. വോളണ്ടിയർമാർക്കും സൈനികർക്കും ചികിത്സാ ചെലവായി 2 കോടി രൂപയിലേറെ ചെലവാക്കിയിട്ടുണ്ടെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. ക്യാമ്പുകളിലുള്ളവരുടെ ചികിത്സയ്ക്കായി 8 കോടി ചെലവാക്കിയെന്നാണ് കണക്കുകൾ പറയുന്നത്. ചൂരൽമലയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ മാത്രം 3 കോടി രൂപയും ചിലവാക്കിയെന്ന് കണക്കിൽ പറയുന്നു. രക്ഷാപ്രവർത്തനങ്ങൾക്കായി ആരും വിശ്വസിക്കാത്ത കോടികളുടെ കണക്കുകൾ പറയുമ്പോൾ ദുരിതബാധിതർക്ക് സർക്കാർ നൽകുന്ന തുകയിൽ അത്ര ഉദാരതയില്ലെന്നും ആക്ഷേപമുണ്ട്. എന്നാൽ പ്രചരിക്കുന്ന കണക്കുകൾ വയനാട്ടിലെ ചെലവുകളുടെ കണക്കല്ലെന്നും കേന്ദ്രത്തിന് നൽകിയ നിവേദനത്തിലെ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നതെന്നുമാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. ദുരന്തവുമായി ബന്ധപ്പെട്ട് അധിക സഹായം തേടി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച നിവേദനത്തിലെ വിവരങ്ങളാണിതെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കേന്ദ്ര സഹായം നേടാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന സമീപനമാണ് ഇതെന്നും കുറ്റപ്പെടുത്തി. ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവിൽ കാര്യങ്ങൾ കൃത്യമായി വിശദീകരിക്കുന്നുണ്ടെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഉത്തരവിന്റെ 5-ാം പേജിൽ പറയുന്നത് SDRF മാനദണ്ഡമനുസരിച്ച് തയ്യാറാക്കിയ അസസ്മെന്റ് ദുരന്തത്തിൽ ആകെ ചെലവഴിച്ച തുകയോ നഷ്ടമോ അല്ലെന്നും കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് കേരളത്തിന് ആവശ്യപ്പെടാവുന്ന തുകയുടെ ഏകദേശ കണക്കാണെന്നുമാണ്. ഇത് ചെലവഴിച്ച തുകയുടെ കണക്കുകളല്ല, മറിച്ച് ദുരന്തമുണ്ടായ പ്രദേശത്തെ രക്ഷാപ്രവർത്തനവും പുനരധിവാസവും ഉൾപ്പെടെ മുന്നിൽ കണ്ട് തയ്യാറാക്കുന്ന നിവേദനമാണെന്നും മുഖ്യമന്ത്രി പറയുന്നു.